77ാമത് ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ദിനം ഡിസംബർ 31-ന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായി ആചരിക്കുകയും രാവിലെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ധാരാളമായ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPI-യുടെയും CPM-ന്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാ കാലവും ചെയ്യാറുള്ളത് പോലെ തന്നെ ആ പതാക ഉയർത്തുന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ആ പതാക ഉയർത്തുകയും രണ്ട് പാർട്ടികളുടെയും നേതാക്കന്മാർ പങ്കെടുത്ത് വലിയ പ്രകടനം നടത്തുകയും അതിനോടൊപ്പം തന്നെ ഒരു ബോർഡ്, രക്തസാക്ഷി ദിനാചരണത്തിന്റെ സന്ദേശം എഴുതിയ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രിയുടെ മറവിൽ ഏതോ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ ആ ബോർഡും ആ കൊടിമരവും ആ പതാകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയും അത് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പിഴുതുമാറ്റി ദൂരേക്ക് എറിയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങളാകമാനം ഒരു പരിഭ്രാന്തിയിലും ഒരു വിഷമഘട്ടത്തിലുമാണ്. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത നിലയിൽ, കഴിഞ്ഞ 77 വർഷത്തിന്റെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ഈ പാതിരിക്കൽ രക്തസാക്ഷി മണ്ഡപവും ഈ പ്രദേശത്തും ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന നിലയിലാണ് ഇവിടുത്തെ സാമൂഹിക വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് ഒരു കാരണവശാലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ നീതികേടിനോട് പൊറുക്കുവാൻ ഈ സംഘാടക സമിതിക്ക് കഴിയുന്നൊരു സംഭവമല്ല. ഇതിനെ സംബന്ധിച്ച് തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF-ന്റെ താലൂക്ക് തലത്തിലുള്ള നേതൃത്വം അടിയന്തരമായ ചില കൂടിയാലോചനകൾ ഇന്ന് വൈകുന്നേരം വെച്ചിട്ടുണ്ട്. ആ കൂടിയാലോചനകൾക്ക് ശേഷം തുടർന്ന് എന്താണ് വേണ്ടത്, നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ സംഘാടക സമിതി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഇതിനു മുമ്പും പല തർക്കങ്ങളും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുള്ള ഘട്ടത്തിൽ ഒന്നും ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ ഒരു പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ശൂരനാട് രക്തസാക്ഷി ഈ നാട്ടിലെ മനുഷ്യർ, രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം, കൊടിയുടെ നിറങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ശൂരനാട് രക്തസാക്ഷി ദിനാചരണം നടത്തുന്ന ഒരു നാടാണിത്. ഈ നാട്ടിൽ ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പേരിൽ ഒരു തർക്കവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ കാര്യത്തിൽ അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന ഈ വാർഡ് ഈ പ്രാവശ്യം LDF-ന് നഷ്ടപ്പെട്ടു, അതെങ്ങനെയാണ്? അത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ LDF-ന്റെ താലൂക്ക് തലത്തിലുള്ള നേതൃത്വം ആലോചിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇതൊരു കാരണവശാലും LDF പരാജയപ്പെടേണ്ട ഒരു വാർഡല്ല എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ